ഈ രാവിലെയാണ് ബിസ്മീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറിയുന്നത്. ബിസ്മീറിന്റെ സഹോദരൻ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. സഹോദരൻ എന്ന് പറഞ്ഞാൽ വൈഫിന്റെ സഹോദരൻ സയ്യിദ് വിളിച്ചിട്ട് ബിസ്മീർ ഹൃദയ സംബന്ധമായ അസുഖത്തിൽ നേരത്തെ തന്നെ ചികിത്സയിലായിരുന്ന ആളാണെന്നും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടു നൽകണമെന്നും സ്റ്റേഷനിൽ ഇടപെടണമെന്ന് പറഞ്ഞാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അപ്പൊ അതിനുശേഷം സ്റ്റേഷനിൽ പ്രായക്കുറവ് കൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് സ്റ്റേഷനിൽ നിന്ന് CI പറഞ്ഞതനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു. പക്ഷെ 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോ ഇന്നലെ വൈകിട്ട് 24-ാം തീയതി വൈകിട്ടാണ് ഇങ്ങനെ ഒരു പരാതി ഉള്ളതായി അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി വിവരം അന്വേഷിക്കുമ്പോൾ 16-ാം തീയതിയാണ് ബിസ്മീർ ആദ്യമായി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. 16-ാം തീയതി ഇതുപോലെ രാത്രി 2:30 മണിക്ക്, വെളുപ്പാങ്കാലം 2:30 മണിക്കാണ്, 2:30 മണിയോടുകൂടിയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അത്യാവശ്യം മരുന്ന് കൊടുത്തിട്ട് പിറ്റേന്ന് രാവിലെ ബ്ലഡ് പരിശോധിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ട് റെഫർ ചെയ്താണ് വിടുന്നത്. പക്ഷെ 16-ാം തീയതി ശേഷം ബിസ്മീർ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. 19-ാം തീയതി ഇതുപോലെ രാവിലെ 1:30ക്കാണ് ബിസ്മീർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അവിടെ എത്തുന്നത് 2 വീലറിൽ ബിസ്മീറിന്റെ വൈഫാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് ബെല്ലടിച്ച് അവിടെ ഇരുത്തിയിട്ട് ബെല്ലടിച്ച് 2 പ്രാവശ്യം പോയി 2 മിനിറ്റാണ് അങ്ങനെ അവിടെ ഇരിക്കുന്നതായി കാണാൻ CCTV-യിൽ കാണുന്നത്. അതിൽ ടൈം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് കാണുന്നത്. അവിടുന്ന് ഒരു 7 മിനിറ്റോട് കൂടി അവിടുത്തെ തന്നെ ആംബുലൻസിൽ വളരെ പെട്ടെന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് പരിശോധിക്കാൻ അത്ര സീരിയസ് ആയ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ബോധം ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം കൊടുക്കാനുള്ള മരുന്ന് കൊടുത്ത് ആംബുലൻസിന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് മരണപ്പെട്ടു പോയത്. ബിസ്മീർ നേരത്തെ തന്നെ ഹൃദയ രോഗമായി ചികിത്സയിലായിരുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് അന്വേഷിക്കുമ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മൾ ഇപ്പം ഈ കുടുംബത്തോടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു പ്രതികരണം, അതായത് ഈ കുടുംബത്തോട് ആദ്യം പോകുമ്പോൾ ഈ മരണം അറിഞ്ഞ് അന്ന് അടക്ക സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ MLA ഉൾപ്പെടെയുള്ള ആളുകളോടെ പോയിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റോളം ആ വീട്ടിൽ ചെലവഴിച്ചു. അപ്പോഴൊന്നും ആരും ഇതിനെ കുറിച്ചൊരു പരാതി, അല്ലെങ്കിൽ സാധാരണ തന്നെ ഒരു മരണം ഉണ്ടായാൽ അപ്പൊ തന്നെ ആളുകൾ പ്രതികരിക്കും. ബന്ധുക്കൾ, കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും ഭാര്യയൊക്കെ പ്രതികരിക്കേണ്ടതാണ്. പക്ഷെ 19-ാം തീയതി രാവിലെയോ 20-ാം തീയതിയോ 21-ാം തീയതിയോ 22-ാം തീയതിയോ 23-ാം തീയതിയോ ഇതുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഒരു സംശയം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ആശുപത്രിയെ കുറിച്ച് പറയുമ്പോൾ ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രം പലപ്പോഴും ഇങ്ങനെയാണ്, രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പൂട്ടിയിട്ട നിലയിലാണ്. പക്ഷെ അകത്ത് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറയുന്നത് സാധാരണ നാട്ടുംപുറമാണ്. ഒരു ഡോക്ടറും ഒരു നേഴ്സുമാണ് ഉണ്ടാവാറുള്ളത്. അവിടെ തന്നെ കിടരോഗികൾ ഉണ്ട്, അതായത് മെയിലും ഫീമെയിലും വാർഡുകളുണ്ട്. ഇതിലെല്ലാം ബൈസ്റ്റാൻഡർമാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ രോഗിയ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത് പുറത്തുള്ള ഒരു ചെറിയൊരു ബ്ലോക്കിലാണ്. ആ ബ്ലോക്കിലെ സൈഡ് ആണ് ഉള്ളത്. ഇങ്ങനെ നമ്മൾ പിടിച്ചടയ്ക്കുന്ന ഗ്രില്ലാണ്. ആ ഗ്രില്ല് ഇങ്ങനെ അടച്ചു വെക്കുന്നതാണ് സാധാരണ അവസ്ഥ. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ രാത്രി 10 മണി വരെയൊക്കെ തന്നെയാണ് അങ്ങനെ രോഗികളൊക്കെ വരാറുള്ളത്. അതിനുശേഷം വരുന്നവർ ബെല്ലടിച്ച് തുറന്നകത്ത് കയറുന്നതാണ് പതിവ്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അതായത് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പം അതായത് ഈ ബിസ്മറിന്റെ ഭാര്യയൊക്കെ തന്നെ ഒരുപാട് പ്രാവശ്യം CPR അടക്കം നൽകാൻ പറയുമ്പോഴൊക്കെ തന്നെ ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു സമീപനമായിരുന്നില്ല ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ രോഗി അബോധാവസ്ഥയിലായിരുന്നില്ല. സാധാരണ ഞാൻ തിരക്കുമ്പോൾ CPR നൽകണമെങ്കിൽ ബോധരഹിതമായ അവസ്ഥയിലാണ് CPR നൽകുന്നത്. ബോധമുള്ള ആളാണ്, പക്ഷെ അമിതമായ ശ്വാസം മുട്ടലാണ്. ഈ ഹൃദയരോഗമായി ചികിത്സയിലുള്ള ഒരാളിന് എങ്ങനെയാണ് ഈ CPR നൽകിയാൽ അത് കൂടുതൽ അപകടം വരുത്തുകയല്ലേ ചെയ്യുള്ളൂ. ഏതായാലും ആ കുടുംബത്തിന്റെ പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കൃത്യമായി അതുകൊണ്ടാണല്ലോ കൃത്യമായി ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിവരം തിരക്കുകയൊക്കെ ചെയ്തു. കൃത്യമായുള്ള അന്വേഷണം, അങ്ങനെ എന്തെങ്കിലും അതിന്റെ CCTV ഫുട്ടേജ് ഉൾപ്പെടെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. കൃത്യമായുള്ള അന്വേഷണം നടത്തും. എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഷൺമുഖം, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ഇതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഒരുപാട് പരാതികളുണ്ട്. അതിനാൽ തന്നെ ആളുകളൊക്കെ തന്നെയും ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷിക്കും. പ്രധാനമായിട്ടും ഇങ്ങനൊരു കേസൊക്കെ ആകുമ്പോൾ അത് ആരോഗ്യ മേഖലയിലാണ്, അതും ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആളുകൾക്ക് ഉള്ള ആശങ്ക പങ്കുവെക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. ഏതായാലും ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമ നടപടിക്ക് വിധേയമാകേണ്ടതാണ്. അതെ, അതിലൊന്നും വ്യത്യസ്തമായ അഭിപ്രായമില്ല. ഇതിൽ ആകെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ യഥാർത്ഥം 19-ാം തീയതി നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട്
24-ാം തീയതി വരെ അവർക്ക് ഏത് തരത്തില് വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു പരാതി, ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും അവരാരും സംസാരത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല. 24-ാം തീയതിയാണ്, ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു പരാതിയുമായി അവർ വരുന്നതെന്നുള്ളത് കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കണമെന്ന് മാത്രമേ പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.